ഓ എൻ്റെ പൊന്നോ, ഈ നാട്ടിലിപ്പോൾ എവിടെ നോക്കിയാലും ബേക്കേഴ്സും ക്രാഫ്റ്റേഴ്സും ആണല്ലോ അല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ശരിയാണ്. ബട്ട് ചിലർക്കിടയിൽ അവിടെ ജലസും കോമ്പറ്റീഷനും പാരകളും നല്ല പോലെ ഉണ്ടാവും. അതിപ്പം ഒരേ ഏരിയയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ஆனால் നമ്മളെ സ്റ്റോറി വന്ന് കൊഞ്ചം ഡിഫറെൻ്റാக இருக்குது. ഈ ബിസിനസ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ ഒരു അത്രയും വലിയ ബിസിനസ്സുകാരൊന്നും അല്ല. പക്ഷേ എന്നാലും നമ്മളെ കൂടെ ഉള്ളവർ മീൻസ് അവരും ഈ ഒരു സെയിം ഫീൽഡിലൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, പരസ്പരം ഒന്ന് ഹെൽപ്പും കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തോ എൻ്റെ ഒരു മൈൻഡിന് അതാണ് ഓക്കെ ആയിട്ട് തോന്നിയത് കേട്ടോ. ഞാൻ പൊതുവേ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഏതൊരു ബിസിനസ്സും ചൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അതായത് ഇപ്പോൾ എനിക്ക് ക്രാഫ്റ്റിങ് അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ബേക്കിങ്ങിലാണെങ്കിലും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തോ എനിക്ക് കേക്ക് ബേക്കിംഗ്, പിന്നെ ഈ പേസ്ട്രി അത് കാര്യങ്ങളൊക്കെ, പിന്നെ ഈ ക്രാഫ്റ്റിങ്ങിലാണെങ്കിലും ഈ ഹാമ്പർ, ദെൻ ബൊക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ലൈക്കുള്ളൂ കേട്ടോ. അതായത് നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഈ ഫ്രെയിം കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയൊരു ലൈക്കില്ല. എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ ചെയ്യാറുണ്ടെങ്കിലും പൊതുവേ അങ്ങനെ സെയിൽ കാര്യത്തിനൊന്നും എനിക്ക് വലിയ ലൈക്കില്ല കേട്ടോ. സോ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഈ ബേക്കിംഗ് ഒഴികെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാറുണ്ട് കേട്ടോ. സോ ആൾക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. ആ ഒരു ഓർഡറിൽ കേക്ക് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ എന്നെ വിളിക്കും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, സെറ്റാക്കൂലെന്ന് ചോദിക്കും. അതേപോലെ തന്നെയാണ് കേട്ടോ ഞാനും. എൻ്റെ എന്തെങ്കിലും ഒരു വർക്കിൽ ഫ്രെയിം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആളെ വിളിക്കും, ദെൻ ചോദിക്കും, പറയും. പിന്നെ പറയാൻ ഞാൻ അധികം അവരും അധികം അങ്ങനെ തന്നെയാണ്, നമ്പർ അയച്ചു കൊടുക്കും. മിഡിൽ മാനായിട്ട് കളിക്കുന്നതിൽ നല്ലത് അവർക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതാണ്. അവർക്കും കംഫർട്ടായിരിക്കും, ഈ കസ്റ്റമർക്കും കംഫർട്ടായിരിക്കും. നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒക്ടോബർ 2021 കേട്ടോ. സോ അന്ന് മുതൽ കാണാൻ തുടങ്ങുന്ന കാര്യമാണ് അവരുടെ ഈ ബിസിനസ്സിൽ എടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിപ്പോൾ എന്ത് തന്നെയായാലും കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ക്ലോത്തിങ്, അതേപോലെ ഹാമ്പർ, ദെൻ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓർഡർ അവരുടെ ഹാമ്പറിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതായിരുന്നു. ഒരു 1 kg ഡ്രീം കേക്കും കുറച്ച് കപ്പ് കേക്ക്സും കേട്ടോ. അതിൻ്റെ കൂടെ ചെറിയൊരു ഗിഫ്റ്റും കൂടെ ഞാൻ വാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വർക്ക് ഇഷ്ടമായാൽ ഒന്ന് തംസ് അപ്പ്, ദെൻ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്തിടെ കാണാം. പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും, സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.